മലയാള സിനിമയുടെ മൊഴിമാറ്റ പതിപ്പുകൾക്ക് പലപ്പോഴും ഏറ്റവും അധികം കളക്ഷൻ വരുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇപ്പോഴിതാ ദൃശ്യം 3 തെലുങ്ക് പതിപ്പിനെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പ്രേക്ഷകർ. ഇപ്പോഴിതാ അതിൻ്റെ കൗതുകരമായ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു മലയാള ചിത്രത്തിൻ്റെ മറുഭാഷ പതിപ്പുകൾ ഒരേ ദിവസം തിയേറ്ററിൽ എത്തുന്നത് ആദ്യമായിട്ടായിരുന്നു. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസമായ 21-ാം തീയതി ദൃശ്യം 3 4 ഭാഷകളിൽ തിയേറ്ററിലെത്തിയത്. ചിത്രം വിവിധ സംസ്ഥാനങ്ങളിൽ നേടിയ കളക്ഷനും അതിൻ്റെ ബ്രേക്ക് ഡൗണും എത്രയെന്ന് നമുക്ക് നോക്കാം. ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം 3 ദിവസം കൊണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ദൃശ്യം 3 നേടിയത് 5.10 കോടി ഗ്രോസാണ്. ഡിസ്ട്രിബ്യൂഷൻ ഷെയർ ആവട്ടെ 2.51 കോടിയും. ശനിയാഴ്ച മാത്രം 1.60 കോടിയിൽ അധികമാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ചിത്രം നേടിയത്. തെലുങ്കിനോടൊപ്പം മലയാളം, തമിഴ് പതിപ്പുകളും ആന്ധ്രയിലും തെലങ്കാനയിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിൽ വിവിധ ഭാഷാ പതിപ്പുകൾ വേർതിരിച്ചുള്ള കണക്കുകൾ കൗതുകരം. ട്രാക്കറമായ ജെറിൻ ജോർജ് കുട്ടിയാണ് കണക്ക് പ്രകാരം ഇതിൽ തെലുങ്ക് പതിപ്പ് മാത്രം നേടിയത് 4.40 കോടിയാണ്. മലയാളം നേടിയതാവട്ടെ 62 ലക്ഷവും. അതായത് മലയാളം പതിപ്പ് നേടിയതിൻ്റെ 7 മടങ്ങാണ് തെലുങ്ക് പതിപ്പ് അവിടെ നേടിയത്. തമിഴ് പതിപ്പ് മറ്റൊരു 8 ലക്ഷവും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി പിന്നിട്ട ചിത്രം കുതിപ്പ് തുടരുകയാണ്. വെറും 3 ദിവസം കൊണ്ടാണ് ദൃശ്യം 3 ഈ നേട്ടം സ്വന്തമാക്കിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിലെത്തുന്ന രണ്ടാമത്തെ ചിത്രമായി മാറി ഇതോടെ ദൃശ്യം 3. ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം സ്വന്തമാക്കിയുള്ള ചിത്രം എമ്പുരാനാണ്. 2 ദിവസം കൊണ്ടാണ് എമ്പുരാൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. ആഗോളതലത്തിൽ 67 രാജ്യങ്ങളിലാണ് ഒരേ ദിവസം ചിത്രം റിലീസ് ചെയ്തത്. ആദ്യ 2 ഭാഗങ്ങൾക്ക് ലഭിച്ച അത്രയും പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭിച്ചില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ അതൊന്നും ഒരു തടസ്സമായില്ല.